കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടലുകൾ നടത്തിയ ഒരു നല്ല കർഷകനായിരുന്നു അദ്ദേഹം. കൃഷിയുടെ പ്രാധാന്യത്തെ, ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഇത്രമേൽ ആഴത്തിൽ ഉൾക്കൊണ്ട ആളുകൾ അപൂർവമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം ട്രോളാൻ വേണ്ടി പോലും പലപ്പോഴും ഉപയോഗിക്കുന്ന ആർക്കും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഡയലോഗുകൾ, ഞാൻ ഈ ചെടിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. കൃഷിക്ക് വേണ്ടി ചെടിയിലേക്ക് ഇറങ്ങാം, മറ്റ് ചെടിയിലേക്ക് ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന് രാഷ്ട്രീയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ പ്രസാദ്, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി. ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, നടൻ ശ്രീനിവാസൻ, അല്ലെങ്കിൽ തിരക്കഥാകൃത്ത്, സംവിധായകൻ, ഇങ്ങനെല്ലാമുള്ള നിലകളിൽ കഴിഞ്ഞ കുറേയേറെ പതിറ്റാണ്ടുകൾ മലയാളിയെ നന്നായി സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യനാണ്. അദ്ദേഹവുമായി ഏറെ അടുപ്പമുള്ളവരാണ് വേദിയിലും സദസ്സിലുമെല്ലാം ഇരിക്കുന്നവർ. വലിയ അടുപ്പത്തിൻ്റെ കഥകൾ പറയാൻ എനിക്കില്ല. കേരളത്തിൻ്റെ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് നല്ല ഇടപെടലുകൾ നടത്തിയ ഒരു നല്ല കർഷകനായിരുന്നു അദ്ദേഹം. ഈ മേഖലയിലെ പാടശേഖര സമിതിയുടെ ഭാരവാഹിയായിരുന്നു. നേരിട്ടിറങ്ങി കൃഷി ചെയ്ത ആളാണ്. ഞാൻ ഈ വകുപ്പിൻ്റെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം നിരവധി തവണ ഞങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ച ഞാൻ തന്നെ വന്ന് അദ്ദേഹത്തെ കണ്ടതുൾപ്പെടെയുണ്ട്. ചില പൊതുപരിപാടികളിലും കൃഷി വകുപ്പിൻ്റെ അദ്ദേഹം പങ്കെടുത്തു. അവിടെയെല്ലാം അദ്ദേഹം ഇക്കാര്യത്തിൽ പുലർത്തിയിരുന്ന ഗൗരവവും അദ്ദേഹത്തിനോടുള്ള സമീപനവും അദ്ദേഹം യാതൊരു മടിയും മറയും കൂടാതെ പറഞ്ഞിരുന്നു. ആ വേദികളിൽ വെച്ച് തന്നെ ചില രാഷ്ട്രീയ കാര്യങ്ങൾ പറയാനും അദ്ദേഹത്തിന് മടിയുണ്ടായില്ല. ഒരു പൊതുപരിപാടിയിൽ ഞങ്ങളെല്ലാം പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെ വിലക്കുന്നുണ്ടായിരുന്നു. അത് കേട്ടമട്ടടിക്കാണ്ട് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിലും അതിനെയെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ നിലപാടുകൾ, അഭിപ്രായങ്ങൾ ആ സ്റ്റേജിലും സദസ്സിലും ചിരി പടർത്തിയത് ഈ പഞ്ചായത്തിൽ തന്നെയായിരുന്നു എന്ന് ഞാൻ ഓർമ്മിക്കുന്നു. കൃഷിയുടെ പ്രാധാന്യത്തെ, ഭക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെ ഇത്രമേൽ ആഴത്തിൽ ഉൾക്കൊണ്ട ആളുകൾ അപൂർവമാണ് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അദ്ദേഹം വിട പറയുമ്പോൾ അത് വല്ലാത്തൊരു നഷ്ടവും വേദനയുമായി ഞങ്ങൾക്കും തോന്നുന്നുണ്ട്. സിനിമാ രംഗത്തെ അദ്ദേഹത്തിൻ്റെ പ്രാധാന്യത്തെയും പ്രത്യേകതയും ഞാൻ പറയേണ്ടതില്ലല്ലോ. വർഷങ്ങൾക്ക് മുമ്പാണ് ആദരണീയനായ ശ്രീ എം.എസ്. സത്യു കേരളത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടൊരു പരിപാടിക്ക് എത്തുന്നു. സഖാവ് PKV അടക്കമുള്ളവർ എന്നെ ചുമതലപ്പെടുത്തി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ നിന്ന് സ്വീകരിക്കണം, പരിപാടിയിൽ എത്തിക്കണം, പോകുന്നതുവരെയും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാവണം എന്ന്. ശ്രീ എം.എസ്. സത്യു അന്ന് കുറേയേറെ കാര്യങ്ങൾ യാത്രക്കിടയിലും അല്ലാത്തപ്പോഴുമെല്ലാം പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പദ്ധതിയെക്കുറിച്ച്, കയർ സിനിമയാക്കുന്നതിനെക്കുറിച്ച് ഉൾപ്പെടെ. പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ പറഞ്ഞതെല്ലാം ശ്രീനിവാസൻ എന്ന നടനെക്കുറിച്ചും ശ്രീനിവാസൻ എന്ന സംവിധായകനെക്കുറിച്ചും ആയിരുന്നു. വടക്കുനോക്കി യന്ത്രത്തിന് അവാർഡ് കൊടുത്തു കഴിഞ്ഞിരിക്കുന്ന കാലമാണ്. വടക്കുനോക്കി യന്ത്രം ആ അവാർഡ് നിർണയിച്ച ജൂറിയുടെ ചെയർമാൻ ശ്രീ എം.എസ്. സത്യു ആയിരുന്നു. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് കുറേ വിമർശനങ്ങളും ആ കാലത്ത് കേൾക്കേണ്ടി വന്നു. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, മലയാളത്തിൻ്റെ മണ്ണിന്, ഈ നാടിന് ഏറ്റവും അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന, വളരെ വലിയ ഭാവിയുള്ള ഒരുപാട് നല്ല സിനിമകളെ നാടിന് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല സിനിമാ പ്രവർത്തകൻ ആരെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ശ്രീനിവാസൻ എന്ന ഈ മനുഷ്യനാണ് എന്ന്. വടക്കുനോക്കി യന്ത്രം, അദ്ദേഹം പറഞ്ഞ് എന്തൊരു മനോഹരമായ സിനിമയായിരുന്നു അതെന്ന്. ചിലരെല്ലാം എഴുതി എന്നെ അവരെല്ലാം സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ ഈ അവാർഡ് കൊടുത്തത് എന്ന്. ഞാൻ അദ്ദേഹത്തെ അതിനു മുമ്പ് കണ്ടിട്ടില്ല, അങ്ങനെ സംസാരിച്ചിട്ടില്ല. സിനിമയിലൂടെ മാത്രമാണ് ഞാൻ ശ്രീനിവാസൻ എന്ന നടനെ അറിഞ്ഞത്. എന്നിട്ട് അദ്ദേഹം ഈ തളത്തിൽ ദിനേശൻ എന്നുള്ള പേര് പറഞ്ഞിട്ട് ശ്രീ സത്യ തന്നെ ചിരിക്കുകയായിരുന്നു കഴിഞ്ഞിട്ട്. ആ സിനിമയിലെ ചില സംഭാഷണങ്ങൾ, അതിൻ്റെ ഇംഗ്ലീഷിലാണ് അദ്ദേഹം അത് പറയുന്നതെന്നുള്ളേ ഉള്ളൂ. തളത്തിൽ ദിനേശൻ്റെ ഇത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് എത്ര മനോഹരമായിട്ട് ശ്രീനിവാസൻ അതെല്ലാം തയ്യാറാക്കിയിരുന്നു. അങ്ങനെ ഒരു സിനിമ കണ്ട എനിക്ക് ആ സിനിമയ്ക്കല്ലാതെ വേറെ ഒരു സിനിമയ്ക്കും അവാർഡിനെ നിശ്ചയിക്കാൻ കഴിയുമായിരുന്നില്ല. എന്നെ ഒരാളും അതിനുവേണ്ടി എൻ്റെ അടുത്ത് ശുപാർശ പറഞ്ഞിരുന്നേ ഇല്ല. ഞാനത് അംഗീകരിക്കുവാനില്ല. എന്നോട് അങ്ങനെ പറയേണ്ട ഒരു കാര്യമൊന്നും അദ്ദേഹത്തിന് ഇല്ല എങ്കിലും ചെറിയൊരു സമയത്തിനിടയിലുള്ള ഒരു പരിചയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അത് പറയുമ്പോൾ ശ്രീനിവാസൻ എന്നൊരു നടൻ എത്രയോ മഹാനായ ഒരു മനുഷ്യനാണ് എന്ന് എം.എസ്. സത്യുവിനെ പോലെയുള്ള ഒരു ഉന്നതനായ ഒരു പ്രതിഭ അത്തരത്തിൽ അടയാളപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, ആ മനുഷ്യൻ എത്രമേൽ വലിയ ഒരാളായിരുന്നു എന്ന് കാലങ്ങൾക്ക് മുമ്പേ അവർ പറഞ്ഞതിനെ
നമ്മൾ ആ അർത്ഥത്തിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കാം. ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ പറയാനുള്ളൂ. ഇങ്ങനെല്ലാമുള്ള ഒരാൾ ഇനിയും എത്രയോ കാലം ഈ മലയാളത്തിൻ്റെ മണ്ണിൽ, ഇവിടെ നേരത്തെ സത്യേട്ടനൊക്കെ പറഞ്ഞതുപോലെ എത്ര സിനിമകൾ, ആ സിനിമകളിലെ സംഭാഷണങ്ങൾ, മലയാളി എപ്പോഴും ഓർത്തിരിക്കുന്ന, നമ്മൾ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ട്രോളാൻ വേണ്ടി പോലും പലപ്പോഴും ഉപയോഗിക്കുന്ന, ആർക്കും വിട്ടുമാറാൻ കഴിയാത്ത തരത്തിൽ ഉള്ള ഡയലോഗുകൾ, മലയാളി ഒരിക്കലും മറക്കാത്ത അല്ലെങ്കിൽ ഒരിക്കലും മരിക്കാത്ത കുറേ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുകയും ആ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുകയും എഴുത്തിലൂടെ ഒരു കഥാപാത്രത്തെ രൂപപ്പെടുത്തുകയും അഭിനയത്തിലൂടെ ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച് യാഥാർത്ഥ്യമാക്കുകയും ചെയ്തപ്പോൾ മരിക്കാത്ത ഒരുപാട് കഥാപാത്രങ്ങളെ മലയാളത്തിൻ്റെ മണ്ണിൽ ഈ മനുഷ്യൻ സൃഷ്ടിച്ചിട്ടാണ് കടന്നു പോകുന്നത്. ഇനിയും ഒരുപാട് പേര് അദ്ദേഹത്തിന് ഒരുപാട് നാൾ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയേണ്ടതായിരുന്നുവെന്ന് നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. മരണം ഒരു അനിവാര്യമാണ് എന്ന് പറയുമ്പോഴും ഒരു വേദനയായി നമ്മുടെ എല്ലാം മുമ്പിലുണ്ട്. രാഷ്ട്രീയ രംഗത്ത് തന്നെയും അദ്ദേഹത്തിൻ്റെ കമൻറ്റുകൾ ഞാനിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു, തൃപ്പൂണിത്തുറയിലൊക്കെ ഇവിടെ മത്സരിക്കാൻ അദ്ദേഹത്തെ പലരും സമീപിച്ചു. ഞാൻ അപ്പോൾ പറഞ്ഞ കാര്യം അറിയാമോ എന്നോട് ചോദിച്ചു. ഞാൻ ഈ ചെളിയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണെന്നാണ് പറഞ്ഞത്. കൃഷിക്ക് വേണ്ടി ചെളിയിലേക്ക് ഇറങ്ങാം, മറ്റ് ചെളിയിലേക്ക് ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് എന്ന്. ആ പ്രയോഗം ഒന്ന് ആലോചിച്ച് നോക്കാം. രാഷ്ട്രീയത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്ന തരത്തിൽ പൊടുന്നനവേ പറഞ്ഞ ആ മറുപടി പറയുക, എന്നിട്ടത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പ്രത്യേകമായൊരു ചിരിക്കുക, അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സവിശേഷതയാർന്ന പ്രത്യേകതയായിരുന്നു. ഓരോരുത്തരും ഓരോ രീതിയിൽ അദ്ദേഹത്തെ കണ്ടു, അറിഞ്ഞു, മനസ്സിലാക്കി. ഞാൻ അറിഞ്ഞ കാര്യങ്ങൾ മാത്രം പറയുന്നു. മഹാനായ ആ മനുഷ്യൻ്റെ ഒരിക്കലും മരിക്കാത്ത ഒരുപാട് കാര്യങ്ങളെ ഈ മണ്ണിൽ അവശേഷിപ്പിച്ച് കടന്നുപോയ ഈ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാനും ആദരപൂർവ്വം ശിരസ് നമിക്കുന്നു. സംസ്ഥാന കൃഷി വകുപ്പിന് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു.